ഇതൊരു ശരിക്കും ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെ ഗൈസ്. വണ്ടിയൊക്കെ ഇങ്ങനെ ആടുന്നു. സംസാരിച്ചോണ്ട് നിന്നപ്പം ക്ലച്ച് എന്ന് പറഞ്ഞൊരു സൗണ്ട്. തലേന്ന് ഇങ്ങനെ വെള്ളം എന്തരാ ഒരു വെള്ളം പോലെ സാധനം ഒഴുകുന്ന പോലെ. കാര്യം പറയട്ടാ സുമിത്തെ, ഞാൻ ഈ നാട്ടില് ജനിച്ചു വളർന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അല്ലേ. വളരെ മോശമാണ് ഗൈസ്. ലെറ്റ്സ് എക്സ്പ്ലോർ സം ബീച്ച് വൈബ്. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നൊരു ചെറിയ ട്രിപ്പാണ്. നമ്മൾ എവിടെയാ പോകുന്ന? ഏതോ കടവിലൊക്കെയാണ് കൊണ്ടുപോകുന്നു പറഞ്ഞേക്കുന്നേ. എവിടാ? അതന്നെ, പണയിൽ കടവ്. ഇപ്പൊ കൊറേ നാളായി നമ്മളൊരു ഔട്ടിങ്ങിനൊക്കെ പോയിട്ട്. അപ്പോ ഇന്നിപ്പോ ഒരു ട്രിപ്പാണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭക്തി യാത്രയാണോ എന്ന് ചോദിച്ചാൽ ആണ്. അമ്പലത്തിൽ പോന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും അമ്മ ഞങ്ങളെ വിളിച്ചോണ്ട് വന്നത്. പിന്നെ അവിടെ എവിടേക്ക് എന്തൊക്കെയോ കുറച്ച് കൊച്ചു കൊച്ചു സ്പോട്ടൊക്കെ ഉണ്ട്, പോയിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അയാനയും കൂടി ഇറങ്ങിയിട്ടുണ്ടേ. അയന ഹൈ പറ. വഴി അറിഞ്ഞൂടല്ലേ അമ്മ? അമ്മ മുന്നേ വന്നിട്ടുണ്ടോ അമ്മ ഇങ്ങോട്ട്? പിന്നെ അമ്മയ്ക്ക് വഴി അറിഞ്ഞൂടല്ലോ. മൈ ഗോഡ്, പണയിക്കടവ് അറിയില്ല. അയ്യോ, അയ്യോ ഞങ്ങൾ വഴി തെറ്റി ഗൈസ്. അപ്പൊ നമുക്കിന്ന് നേരെ തിരിക്കാം. മമ്മിയാണ് നമ്മളെ വഴി തെറ്റിച്ചത്. എല്ലാം അറിയാന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്. മമ്മി അതെ, പക്ഷേ അങ്ങനെ അമ്മ പറഞ്ഞ ഏതോ ഒരു സ്പോട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതാണ് ശരിക്കും പണയിൽ കടവ് അല്ലേ അമ്മ? ഇവിടെ ഒരു നല്ല ഹോട്ടൽ ഉണ്ടല്ലോ അമ്മ. ഇവിടെ ഒരു ഊണ് കിട്ടുന്ന ഒരു നല്ല കടയുണ്ടടാ. നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു. പണയിൽ കടവാണ് നമ്മുടെ ആദ്യത്തെ സ്പോട്ട്. ഇത് കഴിഞ്ഞിട്ട് എവിടേക്കോ അമ്പലത്തിലൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉള്ളൊരു സ്പോട്ടേ. വൈകുന്നേരം ഫാമിലിയൊക്കെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം കിടില്ല, കൊള്ളാം. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ബോട്ടിങ്ങിലൊന്നും കയറുന്നില്ല. അതിനുള്ള ടൈം ഇപ്പോൾ ഇല്ല. ഒന്ന് തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. വെയിലായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നത്. എനിക്ക് കണ്ണ് കാണുന്നുണ്ടോ? ഇവിടെ ആണെങ്കിൽ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നേ. ഞാൻ അപ്പോഴേ കയറിയിരുന്ന അങ്ങ് ആടി. ഇത് ആടി അങ്ങ് ചെല്ലുന്നത് ആ വെള്ളത്തിലോട്ടാണ്. പിന്നെ അവിടെ ചെന്ന് വീഴോന്നായിരുന്നു എന്റെ പേടി. അപ്പൊ കാണാം ഒരു ടീം കൂക്കും ബഹളവും ഒക്കെ ആയിട്ട് ദേ വരണ്. ഇവര് കൊള്ളാല ടീം. ഇത്രയും നാളായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്പോട്ടിലും വരുന്നത്. സ്വന്തം നാട്ടിൽ ഇത്രയും നല്ല സ്ഥലങ്ങൾ ഉണ്ടായിട്ട് ആദ്യമായിട്ട് വരുന്നതിന്റെ ഒരു കുറ്റബോധമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഒരാളിതോ അവിടെ ഇരിപ്പയുടെ. അയാനെ വാ പോവാം, വാ നമ്മള് പോണ്. അപ്പോ നമ്മളിപ്പോ പോയ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? പണയിൽ കടവ്. അങ്ങനെ പണയിൽ കടവിലൊക്കെ പോയിട്ട് നമ്മൾ അടുത്ത സ്പോട്ട് പോവാൻ പോവാണ്. ഇനി അടുത്ത സ്പോട്ട് എവിടെയമ്മ? എന്തായിരുന്നു അതിന്റെ പേര്? എന്തോന്നമ്മ? കോവിൽ തോട്ടം. അത് 5 തെങ്ങ് റൂട്ടാണ്. അപ്പൊ ഇനി നമുക്ക് സ്പോട്ട് നമ്പർ 2 5 തെങ്ങിലോട്ടാണേ. മറ്റേ അയാനയുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഞാനാണ്. നോക്കട്ടെ, കാണിച്ചു കൊടുത്താണ്. നോക്കട്ടെ ഹെയർ സ്റ്റൈൽ ചെയ്ത് നിവർന്നിരുന്നേ, കാണിച്ചു കൊടുക്ക്. ഹെയർ സ്റ്റൈൽ കണ്ടോ? ചിരിക്കി. പല്ലൊന്നും ഇല്ല. ഇന്ന് അവിടെ ഇരുന്നൊരു ചേച്ചിയും ചോദിച്ചല്ലേ, വീട്ടില് കടം കയറി പല്ല് വിറ്റതാണോ? എന്തോന്നാ ഞാൻ നിനക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തൂടെ? നമ്മള് വിറ്റന്ന്. എന്റെ പല്ലല്ലേ ചോദിച്ചുണ്ടായിരുന്നു നിനക്ക്. അപ്പൊ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണേ. ഈ ഒരു റോഡിന്റെ സൈഡ് എന്ന് വെച്ചാൽ ഫുള്ള് ബീച്ചാണ്. അപ്പൊ ബീച്ച് റോഡ് വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അതെ, തീരദേശ ഹൈവേ. ഇതാവുമ്പോ സിറ്റിയിൽ ആ ഒരു തിരക്കിന്നൊക്കെ മാറി കുറച്ച് നല്ല ആശ്വാസമായിട്ട് പോവാം. പക്ഷെ ഇടുങ്ങിയ ഒരു റോഡാണ്, അതുകൊണ്ട് തന്നെ അതെ തിരക്കില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതാ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു കൊച്ചു റോഡല്ലേടാ, അതുകൊണ്ടാണ് ഒരു പാട്. ഇല്ലെങ്കിൽ നല്ല സുഖമായിട്ട് ഓടിച്ചു പോവാം. കാര്യം സൈഡിലെ ബീച്ചൊക്കെ കണ്ടിട്ട് നമുക്ക് നൈസായിട്ട് പോവാം. കൊച്ചൊരു വീടുണ്ട്, പക്ഷെ ചില വീടൊക്കെ അങ്ങ് പോയി, മൊത്തം പൊളിഞ്ഞു പോയി, കടൽ കയറി പോയതാണ്. തെരയടിഞ്ഞ കൊറേ വീടൊക്കെ നശിച്ചു പോയിട്ടുണ്ട് വെള്ളം കയറി. എന്റെ കണ്ണ് നല്ല ഭംഗിയില്ലേ ഗൈസ്? നോക്കട്ടെ.
ഗൈസ് അവിടെ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. 5 തെങ്ങ് ലൈറ്റ് ഹൗസ് എത്തി ഗൈസ്. നമ്മളിപ്പോ 5 തെങ്ങ് കോട്ടയിൽ എത്തിയിട്ടുണ്ടേ. ഇവിടെ ടിക്കറ്റ് ഒന്നും ഇല്ലാന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കേറിയിട്ട് വരാം. ഇതാണ് ഗൈസ് ലൈറ്റ് ഹൗസ്. ഇതാണ് നമ്മുടെ പഴയ 5 തെങ്ങ് കോട്ട. ഇവിടെ ടിക്കറ്റ് ഒന്നും എടുക്കാണ്ട് തന്നെ നമുക്ക് കയറാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങളും വരുവാണെങ്കിൽ കുഴപ്പമില്ല, കയറാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ 5 തെങ്ങ് കോട്ടയിൽ വരുന്നത്. ദിസ് ഈസ് മൈ മമ്മി. ഹായ് പറ അമ്മ. ഹായ്. അതാ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. ഡേയ് ഇന്ന് വാ, കിണറാണത്. ആ അപ്പൊ തള്ളിയിടും ചാടിയില്ലെങ്കിൽ ഞാൻ. തൊട്ടടുത്താണ് ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിൽ കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തേ പറ്റത്തുള്ളൂ. ഇവിടെ എടുക്കണ്ട. ഭയങ്കര തിരക്കൊന്നുമില്ല ഇവിടെ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. വരുവാണെങ്കിൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് വരാം. എനിക്കാണെങ്കിൽ ഇങ്ങനെ കിണർ കണ്ടാ അപ്പം വെള്ളം എത്ര ഉണ്ടെന്ന് നോക്കണം. നമുക്ക് നോക്കാം കിണറ്റിൽ എത്ര വെള്ളം ഉണ്ടെന്ന്. വർഷങ്ങൾ പഴക്കമുള്ള കിണറാണെന്ന് തോന്നുന്നു. വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കി. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കയറി നോക്കാം അവിടെ എന്താണെന്ന്. മമ്മി അവിടെ ഇരിപ്പായേ. പഴയ ജയിലാണെന്ന് തോന്നുന്നു. സുമിത് ഗൈസ്. അപ്പൊ ഇതിനകത്ത് എന്താണെന്ന് നോക്കാനാണ് നമ്മൾ അടുത്തതായിട്ട് വന്നത്. ഇതിന് ഏകദേശം എത്ര വർഷത്തെ പഴക്കം വരും സുമിത്ത്? സുമിത്ത് PSC അരച്ചു കലക്കി കുടിച്ചതാണ്. പറ എത്ര എന്നാലും. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇതിന്റെ അകത്ത് എന്തിനാ ഉണ്ടെന്ന് കേട്ടാ. ഇതൊക്കെ തന്നെയാണ് ഇവിടെ. എന്റെ മോനെ, 1699 പണിതിറക്കിയ സ്ഥലമാണ് ഗൈസ് ബ്രിട്ടീഷുകാര്. ഒരു ചെറിയൊരു വഴിയുണ്ട്. ഇതെന്താണ്? വഴിയല്ല കേട്ടാ, ഇതെന്താണോ എന്തോ ഒരു ചെറിയ ഒരു സ്പേസ്. എവിടെ ഉണ്ടോ? അതാരുടെ? അതെവിടെ? ഇവിടെ ഒരു ശവകുടീരം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളാരും കണ്ടു. കാര്യം പറയട്ടാ സുമിത്തെ, ഞാൻ ഈ നാട്ടില് ജനിച്ചു വളർന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അല്ലേ? വളരെ മോശമാണ്. അതെ, നീ എല്ലായിടത്തും എന്റർടൈൻമെന്റ് ഉള്ള സ്ഥലങ്ങൾ മാത്രമേ നീ പോകുന്നുള്ളൂ. അതെ. 5 മണി കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇപ്പൊ ഏകദേശം 5 മണി ആയി കഴിഞ്ഞിട്ടുണ്ട്. വരുന്നവരെ ഇനി സമയം കഴിഞ്ഞെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളാണെങ്കിൽ മുകളിലോട്ടൊന്നും പോയി നോക്കിയില്ല. അപ്പോൾ ഓടിപ്പോയി നമുക്ക് നോക്കിയിട്ട് വരാം. ഇതാണ് മുകളിൽ കയറുമ്പോഴുള്ള വ്യൂ. ഇവിടെ നിന്നാൽ കടൽ കാണാൻ കേട്ടോ. ഇവിടെ നിൽക്കുമ്പോഴാണ് ഗൈസ് കടൽ കാണാൻ പറ്റുന്നത്. ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ് കയറി വരുമ്പോഴുള്ള ഒരു വ്യൂ. ഇവിടെ നിന്നാൽ നല്ലതുപോലെ കടൽ കാണാൻ കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ അവിടെ നിന്നും കാണാനൊരു കൊതി. അങ്ങനെ ഇറങ്ങിയതാണ് ഇങ്ങോട്ട്. ഇറങ്ങാം, ബാ. പോവാം ബാ. അയാനക്ക് കടലിൽ പോണം. ബാ ഇറങ്ങാമ്മ ബാ. നല്ല താഴ്ചയുണ്ട്. അപ്പൊ നോക്കി നടന്നില്ലെങ്കിൽ താഴെ പോകും ഗൈസ്. ഫോണില്ലാതെ നടക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തലയും കുത്തി വീഴും. അപ്പൊ ഇതാണ് ഗൈസ് 5 തെങ്ങിലെ വ്യൂ. കൊള്ളാല്ലേട്ടോ സുമത്തെ? സ്വന്തം നാട്ടില് ഇതൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഇപ്പോഴാണ് കാണാൻ വരുന്നത്. ഇതുവഴിയൊക്കെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇങ്ങനൊരു വ്യൂ ഉണ്ട് ഗൈസ് ഇവിടെ. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ലൈറ്റ് ഹൗസും ഉണ്ട് 5 തെങ്ങ്. പക്ഷെ അതിന്റെ ടൈം കഴിഞ്ഞു പോയി. അപ്പൊ ഇനി നമുക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. സോ ഇനി ഒരു ദിവസം സമാധാനത്തോടെ കുറച്ച് നേരത്തെ വന്നാൽ നമുക്ക് ഇവിടെയും കണ്ട് ലൈറ്റ് ഹൗസിലും കയറിട്ട് പോകാം. സുമിത്ത് പറയുന്നത് ഇത് 5 തെങ്ങ് കോട്ടയായോണ്ട് ഇവിടെ 5 മണി വരെ ഉള്ളൂ. 6 മണി കോട്ടയായിരുന്നെങ്കിൽ ഇവിടെ 6 മണി വരെ ഉണ്ടായിരുന്നേന്ന്. അപ്പം ഇവിടെ ഇപ്പം കഴിയാറായി. ടൈമിങ്സ് ഓവർ എന്നാണ് പറഞ്ഞത്. അപ്പം സമയം ഏകദേശം കഴിഞ്ഞു. ഇനി അപ്പം ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങാം. അപ്പം നമുക്കിനി അടുത്ത സ്പോട്ടിൽ പോവാം. പെട്ട് ഗൈസ്. ഇവിടെയെന്ന് പറഞ്ഞാൽ 5:30 അടയ്ക്കും എന്ന് പറഞ്ഞാൽ കറക്റ്റ് 5:30 തന്നെ അടയ്ക്കും. അപ്പോൾ ഇപ്പോൾ ഇവർ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. കാര്യം പിന്നെ ആൾക്കാർ ഇതിനകത്തേക്ക് കയറും. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇവിടെ ലോക്ക് ചെയ്യും. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തുനിന്ന് വെളിയിൽ ചാടണമെങ്കിൽ പുള്ളി അവിടെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ ഗേറ്റ് തുറന്നു തന്നാലേ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ അമ്മയായാനെ അവിടെ പുറത്ത് നമ്മളെ നോക്കി ഇരിപ്പുണ്ട്. നമ്മൾ രണ്ടും ഇതിനകത്ത് വായിപ്പോവുകയും ചെയ്തു. മമ്മി നമ്മൾ പെട്ടു മമ്മി.
മതിലാടിയാലേ ചാടട്ടാ സുമിത്തേ മതിലാടാ. നമ്മള് മതിൽ ചാടുന്ന ഓപ്ഷൻ വേണ്ടെന്ന് വെച്ചല്ലേ സുമിത്തേ? അതെ, ഈ കോട്ടയെ ഒരുപാട് വർഷം പഴക്കമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയാണ്. ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഗേറ്റ് അവർ തുറന്നു തരത്തുള്ളൂ. നമുക്ക് ഗേറ്റ് തുറന്നു തന്നു ഗൈസ്, നമുക്ക് പോവാം. അങ്ങനെ എല്ലാവരും ഇറങ്ങി, കോട്ടയം പൂട്ടി ഗൈസ്. എല്ലാവർക്കും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു ഇതിൽ നിന്ന് ഐസ്ക്രീമും വാങ്ങി. സുമിത്തൊക്കെ നോക്കിയാൽ മാക്കന ഐസ്ക്രീം തിന്നു. എല്ലാവരും ഐസ്ക്രീം വാങ്ങി. അത് വരുമോ? പല്ലില്ല, പല്ലില്ലെങ്കിൽ ഇപ്പൊ കടിച്ച് തിന്നു നോക്ക്. വേണോ അമ്മ? അമ്മ ഒരു ചോക്കോബാർ വാങ്ങി. കാക്ക തലയിൽ തന്നെ അപ്പിട്ട് തരും. ആടാ ഇന്നാളെ ഞാനേ സഹറൽ മന്തിയിൽ മന്തി വാങ്ങാം. അപ്പൊ നമുക്ക് ഐസ്ക്രീം പറ്റി. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്പോട്ടിൽ പോവാം. അടുത്താണ് ശരിക്കും കോവിൽ തോട്ടം. നമുക്ക് പോവേണ്ട അമ്പലം. അങ്ങനെ ബാക്കി ഇറക്കൊക്കെയോ ടാറ്റയൊക്കെ കൊടുക്കുന്നു. ഏതൊക്കെ ചേട്ടന്മാർ ടാറ്റയൊക്കെ പറഞ്ഞോണ്ട് പോകുന്നു. അങ്ങനെ നമ്മൾ അഞ്ചുതെങ്ങ് കോട്ട കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ കണ്ട കോട്ട ഏകദേശം 1690കളിലാണ് പണി കഴിപ്പിച്ചത്, അല്ലേ സുമിത്തേ? ഈ സംഭവം എന്ന് പറഞ്ഞാൽ അന്നത്തെ അവരുടെ മറ്റേ തോക്കും സാധനങ്ങളും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കോട്ട. അല്ല, അതിൽ എഴുതിയിട്ടുണ്ടമ്മ അവരുടെ എന്തൊക്കെയോ സൂക്ഷിക്കാനും, പിന്നെ എന്തോ ഫ്രഞ്ചുകാരാ എന്തോ. മൈ ഗോഡ്, നമ്മൾ സ്ഥലം കഴിഞ്ഞ് നമ്മൾ കാര്യത്തിൽ നിന്ന് വിട്ടുപോയി. നമ്മൾക്ക് എത്തേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ അമ്പലത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഒരു ട്രിപ്പായിട്ട് എല്ലായിടത്തും പോയെന്നേ ഉള്ളൂ. ഇതാണ് കായിക്കര കോവിൽ തോട്ടം ദേവി ക്ഷേത്രം. ഇറങ്ങി ഒന്ന് ഭക്തി തൊഴുതിട്ട് വരാം ഗൈസ്, പോയിട്ട് വരാം. ഇതാണ് കോവിൽ തോട്ടം ദേവി ക്ഷേത്രം. ഇതിന്റെ ബാക്കിൽ കടലാണ് ഗൈസ്. അപ്പൊ പോയിട്ട് വരാം, ബൈ. തൊഴുതിട്ട് നമ്മൾ തിരുമ്പി പോണു ഗൈസ്. നമ്മൾ അടുത്ത പോവാൻ പോകുന്നത് വർക്കലയാണ്. കാര്യം ഈ റൂട്ട് നേരെ പോകുന്നത് നമ്മള് പാവനാശത്ത് പോകും. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാ പിന്നെ എന്തായാലും ഇറങ്ങിയതല്ലേ, അവിടെയും കൂടെ കയറി കണ്ടിട്ട് പോവാം. അപ്പൊ നമുക്ക് ഇനി വർക്കല പോവാം ഗൈസ്. വർക്കല ഇവിടെ അടിപൊളി തന്നെ കേട്ടോ. നമ്മള് റോഡേ പോകുമ്പോ ഇങ്ങനെ ബീച്ച് കാണാൻ പറ്റുന്ന സെറ്റ് തന്നെയല്ലേ. ഓ നമ്മള് പോകും വഴിക്ക് ഒരു കനാല് കണ്ടു. അതിന്റെ സൈഡിലൊരു റോഡുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും അങ്ങോട്ട് പോവാന്ന്. വഴിയൊന്നും പറഞ്ഞുകൂടാ, അല്ലേ സമയത്തെ പോവല്ലേ? പോവാം. നമ്മൾ എന്ത് പറഞ്ഞാലും സുമിത്ത് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, വൈ നോട്ട്? ഇത് തന്നെ ഇടാ റോഡ്. അമ്മേ, ഇതൊക്കെ തന്നെ എന്തോ. ഇത് തന്നെ തോന്നുന്നു കേട്ടാ. അവിടെ കടലും ഇവിടെ കനാലും. കൊള്ളാം. അങ്ങനെ നമ്മള് കനാലുള്ള റോഡ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നല്ല രസമുണ്ട്. ദാ ഈ ഒരു സ്പേസിന്റെ അപ്പുറം കടലാണ് ഗൈസ്, ഇവിടെ കനാലും. പിന്നെ 6 മണിയൊക്കെ ആവാറായി, സൺസെറ്റ് ആവാറായി. ദേ ഇവിടെയൊക്കെ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എന്താണെന്ന് അറിയാനൊരു ത്വര കാരണം വന്നതാണ്. ഇവിടെ കുറെ പേര് നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് തൊട്ടപ്പുറത്ത് ദേ ബീച്ചുമാണ്. ഇതൊരു ശരിക്കും ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെ ഗൈസ്. വണ്ടിയൊക്കെ ഇങ്ങനെ ആടുന്നു. ഓഫ് റോഡ് ട്രിപ്പ് അല്ലേടെ സുമിത്തെ? അമ്മേ, അത് തന്നെടാ. അത് അവിടെ നിന്ന് ഇറക്കണ്ട, നീ ഇവിടെ തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഒതുക്ക്. അതുകൊണ്ട് നമുക്ക് ഒതുക്കിയിട്ട് നല്ല സ്പോട്ട് ഗൈസ്. സെറ്റ് സ്ഥലം അല്ലേ? സുമിത്താണ് ഈ ഒരു സ്പോട്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നത്. ഇത് സുമിത്തിന്റെ വിജയം. എടുക്കാം, വാ. Come on guys, let's explore some beach vibes. Come on. ഇത് ഈ സ്ഥലത്തിന്റെ പേരൊന്നും നമുക്ക് എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഒരു കനാല് കണ്ട് ഒരു റോഡേ വന്നപ്പോ ദേ ഇവിടെ എത്തിപ്പെട്ട്. ഇവിടെ കുറെ ഫാമിലീസ് ഒക്കെ ഉണ്ട്. എന്തായാലും അടിപൊളി.
അതെ അതെ അതെ. ഇപ്പൊ നമ്മൾ വർക്കല പോവാൻ വേണ്ടിട്ട് തന്നെയാണ് ഇറങ്ങിയത്. എടാ എന്നെ കാണാവോടാ, ക്യാമറ എവിടെ ഇരിക്കുന്നു? അപ്പോ വർക്കല പോയാല് ഇന്ന് എന്തായാലും ഞായറാഴ്ചയാണ്, ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ വന്നാ തിരക്കൊന്നുമില്ല കേട്ടാ, പക്ഷെ ഫാമിലീസ് ഒക്കെ ഉണ്ട്. വിശാലമായ കടല്, പിന്നെ ലൈഫ് ഗാർഡ്സ് അങ്ങനെയൊന്നും ഇല്ല. എന്തേലും പറ്റിപ്പോയാൽ വെള്ളത്തിൽ കിടക്കാനേ പറ്റുള്ളൂ. അതാണ്. അതെ അതെ അതെ. ഫാമിലീസ് ഒക്കെ വന്നിരിപ്പുണ്ട്. അതെ കൊള്ളാം. അവിടെ മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം കടൽ കുറച്ച് കയറി കിടക്കുമല്ല, കുറച്ച് ഇറങ്ങി കിടപ്പുണ്ട്. പക്ഷെ എത്രമാത്രം ആഴമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ ലൈഫ് ഗാർഡ്സ് ഒന്നും ഇല്ല. എന്തെങ്കിലും പറ്റിപ്പോയാൽ ആരും രക്ഷിക്കാൻ പോലും ഇല്ല. അതുകൊണ്ട് പണ്ട് തൊട്ടേ വീട്ടിൽ നിന്ന് ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ, ഇതുപോലെ കടലിലൊക്കെ പോയാൽ അങ്ങ് ദൂരെ നിന്ന് കടൽ കാണിച്ചിട്ടേ ഉള്ളൂ. കടലിലൊന്നും ഇറക്കാൻ സമ്മതിച്ചിട്ടില്ല. കാര്യം വീട്ടുകാർക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നിട്ടേ ഉള്ളൂ. ഞാൻ ഇന്നുവരെ കടലിൽ പോയി കുളിച്ചിട്ടില്ല. നീ കുളിച്ചിട്ടുണ്ടോ സുമിത്തെ? എന്റെ വീട്ടിൽ നമ്മളൊന്നും കടലിൽ പോയി കുളിച്ചിട്ടേ ഇല്ല. അങ്ങനെയൊന്നും പേടിയാണ് എനിക്ക്, വെള്ളം കൊണ്ട് പോകുന്നു. അവർ രണ്ടുപേരും ചില്ലിങ് തന്നെ കേട്ടാ. അയാനാണെങ്കിൽ ഒത്തിരി നാളായി ബീച്ചിലൊക്കെ പോയിട്ട്. എന്നും പറയും കടലിൽ പോണം കടലിൽ പോണം. അയാനെ വാ പോവാം. അയാനെ അയാനെ. ഓഹോ, ഇപ്പതാ വിളിച്ചിട്ട് വരുന്നില്ല. പോണ്ടേമ്മ, ഈ അയാനെ എങ്ങനെ കൊണ്ടുപോകും? അയാന ഒരു വിധത്തിലും വരുന്നില്ല. അയാന വരുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മളും ഇവിടെ ഇരിപ്പായി. അയാനെ, നിനക്ക് നാളെ ഹോംവർക്ക് ഉണ്ട്, എഴുതണം വീട്ടിൽ പോയിട്ട്. നിന്നെ ഇവിടെ ആക്കിട്ട് പോട്ടാ നമ്മള്? കേക്കുന്ന പോലും ഇല്ല. കുറച്ചു നേരം കൂടി ഇരിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ കയറി ഇരുന്നത്. പക്ഷേ കാര്യങ്ങൾ അപ്പോഴേക്ക് കുറച്ച് സീരിയസ് ആവാൻ തുടങ്ങി. ഇവളാണെങ്കിൽ ഒരു വിധത്തിൽ ഒരിടത്ത് ഇരിക്കത്തില്ല, കടലിലേക്ക് ഓടുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോ തൂക്കിയെടുത്ത് ഇനി നേരെ വീട്ടിൽ കൊണ്ടുപോവാം. ഇതൊരു തിരമാല അടിക്കുന്ന കാണാൻ വേണ്ടിട്ട്. അതാണെങ്കിൽ ഒരു വിധത്തിൽ ഇത്രയും നേരം എന്താ ഇന്ന് വരെ തിരമാല അടിച്ചോണ്ടിരുന്നത് വന്നിട്ടില്ല. എന്ത് പാടോ എന്റെ പൊന്നേ അമ്മേ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. പ്രശ്നാവും പ്രശ്നാവും. അമ്മ വാ, അമ്മ കൊണ്ടുവാ, പോവാം. വാ മക്കളെ പോവാ. ഇനി ഒരു ദിവസം കൊണ്ടുവരാൻ നിന്നെ. വാ. സീനായി വരുന്നില്ല, വീട്ടിൽ പോവാൻ വരുന്നില്ല. എടി വാ, നമ്മൾ ഇനി അടുത്ത തവണ വരുമ്പോ കൊണ്ടുപോവാം. വാ. എണീക്കൂല ഈ കൊച്ചിനുണ്ടല്ലോ ഗൈസ്. വല്ല ഷോളിൽ അങ്ങനെ കെട്ടിയിടണം. എന്ന് വെച്ചാ നമ്മുടെ ഒരു കയ്യിൽ കെട്ടിയിട്ട് അവളുടെ കയ്യിലും കെട്ടണം. ഇല്ലെങ്കിൽ ഇത് നിന്ന നിപ്പിൽ ഓടിക്കളയും. നാളെ സ്കൂളിൽ പോണോ? വാ പോവാ. നീ ഇവിടെ നിക്കണ്ട. എടി വാ, ഇത്രയും നേരം നമ്മൾ ഇവിടുന്ന് കളിച്ചില്ല. ഇനി മക്കളെ അടുത്ത ആഴ്ച കൊണ്ടുവരാം. ഓക്കെ, പറ ഹായ് ചാറ്റ പറ. പിണങ്ങിയാ? അയ്യേ ഞാൻ എന്ത് ചെയ്ത്? വീട്ടിൽ പോണ്ടേ പിന്നെ. സീനായി ഗൈസ്, സീനായി. ഇതോ അയാന കരയാൻ തുടങ്ങി. മക്കളെ അയ്യേ, എന്തേലും പറയാനുണ്ടോ? ഓ മൈ ഗോഡ്, അയ്യോ എന്തേലും പറയാനുണ്ടോ? കട്ട സീൻ കട്ട സീൻ. ട്രിപ്പ് സീനായി ഗൈസ്. അങ്ങനെ സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി. പക്ഷെ അയാന ഭയങ്കര സീൻ. അവക്ക് ഇനി ഇവിടെ നിന്ന് കളിക്കണം. ഇനി നിന്നാ നമുക്ക് ലേറ്റ് ആവും. അപ്പൊ നമുക്കിപ്പം ഇറങ്ങിയാലേ നമുക്ക് കറക്റ്റ് ടൈമിന് വീട്ടിലെത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും പോകുന്നു വീട്ടിലോട്ട്. വേറൊരാഴ്ച കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ തിരിച്ച് വീട്ടിൽ പോവാൻ ഗൈസ്. അയാനെ ഒരു വിധമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. മക്കളെ വാ. അങ്ങനെ കടലും കായലും കോട്ടയം എന്തൊക്കെ എവിടെയൊക്കെ പോയാനെ നമ്മളിന്ന്. അയ്യോ, നമ്മുടെ കയ്യിൽ ചൂണ്ട ഇല്ലല്ലോ. അയാനെനിക്ക് മീൻ പിടിക്കണം. അങ്ങനെ നമ്മളിപ്പോ ഒരു സ്പോട്ടിൽ വന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് മിനി ബർഗർ, ബച്ചിയോ ചപ്പച്ചവറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇതും കൂടി കഴിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം. അല്ലേ അയാനെ? പിണക്കമൊക്കെ മാറിയാന്നില്ല?
കണക്ക് മാറിയെന്ന് പറ. ഓ, ഇത്രയും നേരം എന്നെ കൊല്ലാൻ നിൽക്കുമായിരുന്നു. അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോകും. അങ്ങനെ ഫുഡൊക്കെ കിട്ടിയപ്പോഴേക്ക് പുള്ളിക്കാരി അങ്ങ് ഹാപ്പി ആയേ. ഞങ്ങൾ റാപ്പും മിനി ബർഗറും ലോഡഡ് ഫ്രൈസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ അങ്ങനെ പുറത്ത് ഞങ്ങളോടൊപ്പം വന്ന് അങ്ങനെ ഫുഡ് കഴിക്കുന്ന പരിപാടിയൊക്കെ വളരെ കുറവാണ്. എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പാഴ്സൽ വാങ്ങിക്കൊണ്ട് വന്ന് കഴിക്കാറാണ് പതിവ്. ഇന്നെന്തായാലും ഒന്ന് പുറത്തൊക്കെ കറങ്ങിയിട്ട് ഇതുപോലെ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നേ. വല്ലപ്പോഴും കൂടി ഇങ്ങനെയൊക്കെ ഒന്ന് പോണം. ഇല്ലെങ്കിൽ എന്തോ ലൈഫ്. ഒരുപാട് ദൂരമൊന്നും പോണമെന്നൊന്നും ഇല്ല. തൊട്ടടുത്ത് തന്നെ എന്തേലുമൊക്കെ കൊച്ചു കൊച്ചു സ്ഥലങ്ങളൊക്കെ കാണുമല്ലോ, അവിടെയൊക്കെ പോയി ഇരുന്നാ മതിയെന്ന്. ഇതിപ്പോ ഞാനും ആദ്യമായിട്ടാണ് എന്റെ നാട്ടിലെ ഇത്രയും നല്ല സ്ഥലത്തൊക്കെ കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസം കൂടിയിട്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രം ട്രൂലി.